അപ്പോൾ ഗായ്സ് എന്താ പരിപാടി വെച്ചാല് നമ്മള് ഇവിടെ ഒരു ബിരിയാണി ഉണ്ട്. എങ്ങനെയാ സംഭവം എങ്ങനെയാ വെച്ചാല് കുറഞ്ഞ റേറ്റിന് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാന്നുള്ള രീതിയിലാണെന്ന് അല്ലേ? എണ്ണൊക്കെ ഉണ്ട്. ഇന്നലെ 40 റുപ്യക്ക് അടിച്ചത്. ഇവിടെ ഒരു ബിരിയാണി. ഇത് എവിടെയാണ്? ഇതിലെ കയറാൻ പോലീസുകാർ. ഓ അങ്ങനെ കണ്ണ് സീനാണോ? ദൂരം പക്കേറ്റൊക്കെ ഉണ്ട്. നിസാമിനെ സംതീസഡ് നിസാമ് സാഹസിക റൈഡിലൂടെ അവിടെ നിന്നൊക്കെ പോകുന്നുണ്ടോ? ഇടയ്ക്കൊരു മപ്പറേ ട്രാവലുണ്ട്. അതാണ് സീന്. കുഞ്ഞുട്ടിന് 40 റുപ്യക്ക് എണ്ണ അടിച്ചാ ലാവിഷാണ്. നമ്മളെ അലീൻ്റെ വണ്ടി കേട്ടോ, അലീൻ്റെ വണ്ടിയാണ്. അവൻ്റെ നിഞ്ച. എന്ത് എന്താ പറയാ, കോഫി ഷോപ്പ് ഇട്ടാലും വിജയിക്കുന്നുള്ളതിന് ഉത്തമ തെളിവാണ് കൊച്ചി അല്ലേ? എന്തിട്ടാലും വിജയിക്കും. അങ്ങനത്തെ ഒരു ഇതുണ്ട്, ഭാഗ്യമുണ്ട് കൊച്ചിയില്. എവിടെ ഏത് മുക്കില് കോഫി ഷോപ്പ് തുടങ്ങിയാലും കഫേ തുടങ്ങിയാലും സംഭവം സെറ്റാ അല്ലേ? സ്ഥലം കിട്ടാനില്ല. ആ അതാണ് പ്രശ്നം. കാരണം അടുപ്പിച്ച് കഫേ ഷോപ്പാളാ. ഇതില് ഫുഡ് കഴിക്കാൻ വരുന്നവനാട്ടാ ഈ നിസാം പറയണവന്. ഷോന് കട ഏതാ അറിയില്ല. ഏതാണ് നിസാം പറഞ്ഞപ്പോഴത്തെ ബിരിയാണി അടിപൊളിയാന്നാ. അയ്യോ ഞാൻ ചേച്ചീനെ ചവിട്ടിയിടോ. സോറി ആണ്. സോറി. രണ്ട് ഫുള്ള് ബിരിയാണി അറിയണം. മസാല കൂട്ടിയിട്ടുണ്ടായിരുന്നത് 15 ലക്ഷം ബിരിയാണി. എന്താ കഴിച്ചിട്ട് വരാം ബാക്കി അല്ലേ? ശമനോളി ഹലോ, ഇത് 30 രൂപ. കൊച്ചിയിലെന്നാല് ദാരിദ്ര്യത്തിന് അങ്ങേ അറ്റ നമ്മള് കാണും. കേട്ടോ അച്ചാറ് സലാഡ കഴിഞ്ഞു. ഫ്ലേവറാണല്ലോ, ശരിയും ഫ്ലേവർ ഒത്തിലാണല്ലോ. വലിയ പറ്റണ്ടല്ലേ? അടിപൊളിയാ. പൈസക്ക് നോക്കലുണ്ട്. പിന്നെ 50 രൂപ വരെ.